എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓമൈ ഡോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഡോഗിനെ ഉപേക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് ഡോഗുകൾ ഉപേക്ഷിച്ചായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് എസ്പെഷ്യലി ലാബ്, പിന്നെ ഈ പറഞ്ഞ പോലെ ജർമ്മൻ ഷെപ്പേർഡ്, ഈ ഒരു ബ്രീഡുകളാണ് ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് ദുരനുഭവം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്. ആൾക്കാർ ആദ്യത്തെ ഷോക്കിന് ഡോഗിനൊക്കെ വാങ്ങി. ഏകദേശം ടൈമായി. കാരണം ഈ കൊറോണയുടെ ടൈം, നമ്മൾ 2021 കൊറോണയുടെ ടൈമിന് തുടങ്ങിയതാണ് ഈ ഡോഗിനെ എല്ലാവരും അഡോപ്റ്റ് ചെയ്യലും വാങ്ങലും ഒക്കെ തുടങ്ങി. ഇപ്പോൾ ഏകദേശം അവരുടെ പ്രായം ഇപ്പോൾ 24 ഒരു 3 വർഷത്തിന് മേലെ പ്രായമായി. ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവരും ബിസിയായി, ഡോഗിനെ നോക്കാൻ താല്പര്യമില്ല, അതുപോലെ ഇഷ്ടവും കുറഞ്ഞു വന്നു, അതുപോലെ സമയമില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കുറഞ്ഞ പൈസക്ക് കിട്ടുന്ന ഡോഗ് ലാബും ഈ പറഞ്ഞ ജർമ്മൻ ഷെപ്പേർഡൊക്കെ ആയിരുന്നു, ഡോബർമാനൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ തെരുവിൽ നിർദ്ദയം ഉപേക്ഷിച്ച രീതിയിൽ നമ്മൾ കാണപ്പെടുന്നുണ്ട്. കാരണം ഈ ബ്രീഡുകൾക്ക് സാധാരണ ഡോഗിനെ പോലെയല്ല. ഈ ബ്രീഡുകളെ തെരുവിലെ നമ്മൾ വെറുതെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവരെ ശരീരത്തിന് വേണ്ട മെഡിസിനും ഈ പറഞ്ഞ പോലെ നല്ല ഫുഡുകളും ഒന്നും ചെന്നിട്ടില്ലെങ്കിൽ അവർ പെട്ടെന്ന് ക്ഷീണിക്കുകയും ചെയ്യും. ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ അവർ മരണം വരെ സംഭവിക്കുന്ന രീതിയിലേക്ക് കടന്നു പോവുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ ഈ റെസ്ക്യൂ ഒക്കെ ചെയ്യുന്ന ടീമില്ലേ, ഡോഗ് റെസ്ക്യൂ ഒക്കെ ചെയ്യുന്ന ഗ്രൂപ്പ് അവർക്കാണ്. കാരണം എത്ര ഡോഗിനെ അവർ അഡോപ്റ്റ് ചെയ്യുക? നാടൻ ഡോഗ്, കാലൊടിഞ്ഞ ഡോഗുകളും ഈ വണ്ടികളൊക്കെ കയറിയിട്ട് ആക്സിഡൻ്റായിട്ട് നടുവൊക്കെ ഒടിഞ്ഞ ഡോഗുകളൊക്കെ അവർ അഡോപ്റ്റ് ചെയ്തിട്ട് അവർ എത്ര ഭക്ഷണം കൊടുക്കും? പല ആൾക്കാരുടെയും സംഭാവനകൾ കൊണ്ടാണ് നടത്തിപ്പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബ്രീഡ് ചെയ്ത ഡോഗ്, അത് നമ്മൾ തന്നെയാണ് ഇതിന് കുറ്റക്കാർ. നമ്മൾ ഡോഗിനെ ബ്രീഡ് ചെയ്യുന്നു, ആവശ്യമില്ലാതെ ഡോഗിനെ ബ്രീഡ് ചെയ്യുന്നു. ബ്രീഡ് ചെയ്തതിന് ശേഷം അർഹതയില്ലാത്ത ആൾക്കാരുടെ കയ്യിലേക്ക് പെടുന്നു. അർഹത എന്ന് പറഞ്ഞാൽ വളർത്താൻ മെയിനായിട്ട് നല്ല ആഗ്രഹങ്ങളും ജീവിതാവസാനം വരെ പോരാനുള്ള ആഗ്രഹമുള്ള, അത് ജെനുവിനായിട്ട് ഒരു ഡോഗിനെ ജീവിതാവസാനം വരെ പോരാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുടെ കയ്യിൽ എത്തപ്പെടുന്നില്ല. പിന്നെ ബ്രീഡേഴ്സ് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഡോഗിനെ ബ്രീഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഡോഗുകളുടെ ഏറ്റവും വലിയ ദുരിതം തുടങ്ങുന്നത്. ലാബിനെ ഇപ്പം ഞാൻ തന്നെ ഇപ്പം 2-3 വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ആനിമൽ റെസ്ക്യൂ ഗ്രൂപ്പിൽ 1-2 വീഡിയോസ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ജർമ്മൻ ഷെപ്പേർഡിന് അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക, ഉപേക്ഷിക്കപ്പെടുന്ന ഡോഗുകളുടെ കണ്ണുകളിലേക്ക് നോക്കുക. ഡോഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോഗിനെ ഇങ്ങനെയുള്ള ഉപേക്ഷിക്കുന്ന ഡോഗുകളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പൈസക്ക് വാങ്ങാൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, താല്പര്യമല്ല പൈസക്ക് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് ഡോഗിനോട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതിനെ അഡോപ്റ്റ് ചെയ്തോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പഴയ രീതിയിലേക്ക് വരും. നല്ല രീതിയിലേക്ക്, നല്ലൊരു ഡോഗിന് സ്നേഹവും ഈ പറഞ്ഞ മെഡിസിനും ഭക്ഷണവും കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ ഡോഗുകൾ തിരിച്ച് ജീവിതത്തിലേക്ക് കയറി വരുന്നതാണ്. ഇപ്പോൾ ഈ കൊറോണ എന്ന സംഭവം മനുഷ്യനെക്കാളും ദോഷമായിട്ട് ഭവിച്ചിരിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഡോഗുകൾക്കാണ്. കാരണം കൊറോണയെക്കാളും വലിയ വൈറസായ മനുഷ്യൻ ഡോഗുകളെ അവൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ബ്രീഡ് ചെയ്യുന്നു. എന്നിട്ട് കുട്ടികളെ ഉണ്ടാക്കി ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ആദ്യത്തെ ഇഷ്ടമൊക്കെ കുറഞ്ഞ് ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴേക്ക് ഡോഗുകൾ നമ്മൾ തെരുവിലേക്ക് വലിച്ചെറിയുന്നു. ആ തെരുവിൽ നിന്ന് വല്ല വണ്ടി തട്ടിയിട്ടോ അല്ലെങ്കിൽ പാവം എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടാക്കി പഴുത്ത് മരിക്കേണ്ട ഗതികേട്ടിലേക്ക് വരികയാണ്. ഇവരുടെ ജീവിതം വളരെ ദുരിതപൂർവമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രീഡേഴ്സിൻ്റെ ശ്രദ്ധയ്ക്കാണ്. നിങ്ങൾ പൈസ മാത്രം ലാക്കാക്കിയിട്ട് ഉള്ള പരിപാടി ചെയ്യരുത്. ഡോഗിനെ അതുപോലെ വാങ്ങുന്നവരും നല്ല ക്വാളിറ്റി ഡോഗ്സിനെ വാങ്ങിയാൽ ഒരു 10-12 വർഷം അവിടെ ആയുസ് ഫുള്ളായിട്ട് അല്ല പോറ്റാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങുക. അല്ലെങ്കിൽ ഒരിക്കലും വാങ്ങരുത്. അത്
ഫോറിൻ ബ്രീഡാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. നാടൻ ബ്രീഡൊക്കെ ആണെങ്കിൽ പിന്നെയും സർവൈവ് ചെയ്യും എങ്ങനെയെങ്കിലും. പക്ഷേ ഇത് നോർമൽ ഭക്ഷണത്തിനൊന്നും ഇവിടെ ബോൺ വെയ്റ്റും ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതാകുകയും പിന്നെ വളരെ ദുരിതം അനുഭവിച്ചിട്ട് മരിക്കേണ്ട ഗതികേട്ടിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഡോഗുകളെങ്ങനെ ചെറിയ വിലക്ക് വാങ്ങിയിട്ട് അല്ലെങ്കിൽ വലിയ വിലക്ക് വാങ്ങുന്നവരും ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾ വാങ്ങരുത്, അല്ലെങ്കിൽ വാങ്ങരുത് പ്ലീസ്. കൊറോണ ടൈമിന് വാങ്ങിയവർ വാങ്ങി. ഇനിയിപ്പം പറ്റില്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് അഡോപ്ഷൻ കൊടുക്കുക. നിങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കരുത്. കാരണം വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ കോട്ട് സൗന്ദര്യം കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ആൾക്കാർ എടുക്കില്ല. അതാ പ്രശ്നം. നിങ്ങൾക്ക് പറ്റുന്നില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഡോപ്ഷൻ പോസ്റ്റ് യൂട്യൂബർമാരൊക്കെ ഉണ്ടാവില്ലേ, ഡോഗിൻ്റെ ഒക്കെ ചെയ്യുന്ന നല്ല യൂട്യൂബർമാരുണ്ടാവും. അവർക്ക് ഈ ഒരു നിങ്ങളുടെ ഡോഗിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കൊടുത്തിട്ട് അഡോപ്ഷൻ കൊടുക്കാൻ താല്പര്യമുണ്ട്. ചെറിയ സ്കിൻ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ വലിയ സ്കിൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ. ഡോക്ടർമാരുടെ പ്രോപ്പർ മെഡിസിൻ ചെയ്യുകയാണെങ്കിൽ. കൂടി വന്നാൽ 2000 രൂപയുടെ ബ്രെവക്റ്റോ അതിൽ കൂടുതൽ എന്താണ് ഡോഗുകൾക്ക് സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മാറ്റാൻ വൈവീസ് ഓയിൽ പോലത്തെ ഓയിലുകളുണ്ട്. അതുപോലെ വൊക്കാസോൾ പോലത്തെ ലോഷൻ ഉണ്ട്. ഇങ്ങനത്തെ ഐവർമെക്റ്റിൻ പോലത്തെ ടാബ്ലറ്റ് ഉണ്ട് ചെറിയ പൈസയുടെ. ഇതുകൊണ്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇഞ്ചക്ഷൻ, ഡോക്ടർമാർ ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പം അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാതെ ഒരിക്കലും ഇങ്ങനെ അവർ കണ്ടീഷൻ വളരെ വേസ്റ്റായി കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിക്കുന്നതിനൊക്കെ നല്ലതല്ലേ. അതുകൊണ്ട് പറയാം, പ്ലീസ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കൊറോണ ടൈമിൽ കൊറോണ ശരിക്കും മനുഷ്യനെ ബാധിച്ചേക്കാൾ കൂടുതൽ ഡോഗിനെയാണ് ബാധിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവൻ പെട്ടെന്ന് കൊറോണ എടുത്തെങ്കിൽ ഡോഗിൻ്റെ ജീവൻ വളരെ പതിയെ കാർന്ന് തിന്നുന്ന രീതിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു കൊറോണ പോലത്തെ ഒരു വൈറസിനേക്കാൾ വലിയ വൈറസായ മനുഷ്യൻ കാരണമാണ് ഈ ഡോഗുകൾ ഇന്ന് ദുരിതം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഡോഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് പറയുക, നിങ്ങൾ ആദ്യത്തെ ഇഷ്ടം കണ്ടിട്ട് എടുക്കരുത്. ജീവിതകാലം മൊത്തം പോറ്റാൻ പറ്റും. നിങ്ങളുടെ സാഹചര്യം ഇതിന് വളർത്താനുള്ള സമയമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക. ആ കുട്ടികളുടെ ഇഷ്ടപ്രകാരം കുട്ടികൾക്ക് ഡോഗിന് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുക്കരുത് പ്ലീസ്. കാരണം കുട്ടികളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഈ ഡോഗിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നോക്കണം. അതിൻ്റെ പോട്ടിയും കാര്യങ്ങളും അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മടുപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കരുത്. ഈ പറഞ്ഞ പോലെ വില കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അതുപോലെ ബ്രീഡേഴ്സിനോട് നിങ്ങൾ വില കുറഞ്ഞിട്ട് ഈ ചാകര ഉണ്ടാകുമ്പോൾ മത്തിയുടെ വില 200 50 100 എത്തുമ്പോൾ ഉള്ള ആ രീതിയിലേക്ക് ഡോഗിനെ ബ്രീഡ് ചെയ്തിട്ട് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ പോക്കറ്റിലാവുമായിരിക്കും കുറഞ്ഞ പൈസക്ക്. പക്ഷേ ഇതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്ന ഈ ഡോഗുകളായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ അകത്തുള്ള നിങ്ങൾ സ്ക്രീൻഷോട്ടുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡോഗുകളാണ് ഇപ്പം ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്ര ഡോഗുകളാണ് ഉപേക്ഷിക്കപ്പെടുന്നതായിട്ട് കാണുന്നത്. കണ്ണൂർ റെസ്ക്യൂ ടീം ഒന്നുമില്ല. തൃശ്ശൂരൊക്കെ ഉള്ള ആൾക്കാർ ഒരു കുറച്ച് ഡിസ്ട്രിക്റ്റ് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ പത്തനംതിട്ടയിലൊരു പയ്യനുണ്ട്. പിന്നെ അതുപോലെ പറ്റുമെങ്കിൽ 10 രൂപ 20 രൂപ കോൺട്രിബ്യൂഷൻ ഈ ഡോഗ് റെസ്ക്യൂവേഴ്സിന് എല്ലാവരും ചെയ്യുക. ഗ്രൂപ്പിലുള്ളത് ചിലപ്പോൾ 1 ലാഖിൻ്റെ ഒക്കെ ഗ്രൂപ്പ് ഉണ്ടാവും ഡോഗിൻ്റെ. എല്ലാവരും കൂടെ ഒരു 10 രൂപയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ആവും. ഭക്ഷണം കൊടുക്കാനുള്ള പൈസയൊക്കെ കിട്ടും. അപ്പോൾ ഒരു 10 രൂപയുടെ കേസേ ഉള്ളൂ ഒരു ചായ കുടിക്കുന്ന പൈസ. അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഒരു മാസത്തിൽ നിങ്ങളൊരു 10 രൂപ ഇട്ട് കൊടുത്തോ ഒരു ഡോഗിൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ. അല്ലാതെ ഡോഗിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരോട് ഇടാൻ വേണ്ടി പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള റെസ്ക്യൂ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഞാൻ അടക്കം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നത്. പക്ഷെ നമുക്ക് സാഹചര്യം കൊണ്ട് ഡോഗിൻ്റെ റെസ്ക്യൂവിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്തും ഡോഗുണ്ട്, അതിനും ബ്രീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഡോഗിനെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള രീതിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാ ബ്രീഡേഴ്സിനെയും പോലെ അങ്ങനെ വെറുതെ പൈസ മാത്രം ഉണ്ടാക്കാത്തിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാനും താല്പര്യമില്ല. ഞാൻ ബ്രീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രീഡ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൈസ നമ്മളെ ഡോഗിനെ നല്ല രീതിയിൽ നോക്കി നടത്താൻ വേണ്ടി, അല്ലാതെ ഇതിൻ്റെ അകത്ത് ലാഭം ഉണ്ടാക്കാനൊന്നുമല്ല. ഞാൻ ക്രേസിന് ഡോഗിനെ വാങ്ങിയതാണ്. അതുകൊണ്ടാണ് ബ്രീഡിന് ഡോഗ് ഷോയ്ക്കൊക്കെ പങ്കെടുപ്പിക്കാനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് ഡോഗിൻ്റെ വരുമാനം കിട്ടുന്ന ഡോഗിൻ്റെ ഭക്ഷണത്തിനും മെഡിസിനൊക്കെ ചിലവാകുന്നുള്ളൂ. എനിക്ക് അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ബ്രീഡേഴ്സ് ലാഭം വേണമെങ്കിൽ അതുപോലെ അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതുപോലത്തെ ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ ശ്രമിക്കുക പരമാവധി. മിക്കവാറും ആൾക്കാർ ഡോഗിനെ വാങ്ങിയിട്ട് കളയാണ് ചെയ്യുന്നത്. അങ്ങനെ കളയാതിരിക്കുക. ഡോഗിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോറിൻ ബ്രീഡിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു
ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഡോഗിനെ വാങ്ങാൻ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. എന്തായാലും കൊറോണ മനുഷ്യനേക്കാൾ കൂടുതൽ ദോഷമായി ബാധിച്ചത് ഡോഗ്സിനെയാണ്. ഓക്കെ, താങ്ക് യു.